വിശദീകരിക്കുക. ഇയാൾ അമേരിക്ക, ഞാൻ മനുഷ്യനാണെന്ന്, ഇന്ത്യൻ പൗരനാണെന്ന്, ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് പോലും അല്ലായിരുന്നു, മനുഷ്യനാണെന്ന് കാര്യം. ഞാൻ അമേരിക്കയിൽ ചെന്നാൽ അവർക്ക് ഞാൻ കറുത്തവരും വെളുത്തവരും വ്യത്യസ്തമായ രീതിയിൽ നിർത്തി ഞാൻ ചെന്നാല് വെളുത്തവരുള്ളടത്തൊക്കെ ഇയാള് അങ്ങ് ചെന്നാൽ എല്ലാ വീട്ടിലും ഇയാളെ അങ്ങ് കയറ്റുമോ? അറിഞ്ഞ് പെരുമാറുന്നവരാണ്. അറിഞ്ഞ് പെരുമാറാൻ, അല്ലെ പറഞ്ഞാൽ അനുസരിക്കുന്നത് പ്രജയാണ്. തനിക്ക് പ്രജാബോധമാണുള്ളത്, അതുകൊണ്ടാണ് തനിക്കിത് മനസ്സിലാകാത്തത്. അറിഞ്ഞ് പെരുമാറുന്നത് എങ്ങനെയാണ് ലോകമെന്ന് എന്താണെന്ന് അറിഞ്ഞിട്ട് അവിടെ വേണ്ടും വണ്ണം പെരുമാറുന്നതിന് ഉത്തരവാദിത്വവും അവകാശവും കടമയുള്ളതാണ് പറയുന്നത്. പ്രജയെന്ന് പറയുന്നത് പറഞ്ഞാലനുസരിക്കണം, അച്ചടക്കമുള്ള, എതിർവായില്ലാതെ പെരുമാറുന്നവരെയാണ് പ്രജ. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന അനുസരണ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ നാട് മനസ്സിലാക്കി എങ്ങനെ പെരുമാറണമെന്ന് സ്വയം തീരുമാനിക്കുന്നവരാണ് പൗരൻ. അല്ലാതെ ഇവിടെ എഴുതി വയ്ക്കും. ഇവിടുത്തെ ഹൗസിംഗ് മോഡലിൽ മുഴുവൻ ഇങ്ങനെ എഴുതി വയ്ക്കും. ഇവിടെ എന്താണ്, കല്യാണം കഴിക്കാത്തവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, അത് കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സിന് താമസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എഴുതി വയ്ക്കുന്നതാണ് അനുസരണയുടെ ലോകം. അനുസരണയുടെ ലോകമല്ല ജനാധിപത്യം, അവകാശമുള്ളതല്ലേ. തനിക്ക് എത്ര വയസ്സുണ്ട്? 35 വയസ്സ്. എനിക്ക് 72 വയസ്സ്. 50 വയസ്സുള്ള ആളിന് 18 വയസ്സുള്ള ആളിന് ഒറ്റ വോട്ട്. അതാണ് ജനാധിപത്യത്തിന് അത്തരത്തില്ല. അല്ലാതെ പ്രായം കൊണ്ട് എനിക്ക് 2.5 വോട്ട് തരണ്ടേ? അങ്ങനെയാണല്ലോ നാട്ടിലെ നടപ്പ്. ഈ 2.5 വോട്ട് ഉണ്ടായിരുന്നാണ് രാജാവിന്റെ വീട്ടിലെ വോട്ട്. ടാക്സ് എത്ര കൂടുതൽ കൊടുക്കുന്ന അതിനനുസരിച്ച് വോട്ട് കിട്ടുക. ജനാധിപത്യത്തിനകത്ത് നമ്മൾ തുല്യരാകുക എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടേ ഉള്ളൂ, ബാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട. ഭയങ്കരമായിട്ട് എതിരഭിപ്രായമുണ്ട്. കാരണം ഇപ്പൊ എന്റെ പേഴ്സണലായിട്ട് കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്റെ ഒരുപാട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലത്തെയുള്ള പറയുന്നു എന്ന് പറയില്ല, അതൊരു ഭക്ഷണത്തിന്റെ അത് ഉദ്ദേശിക്കുന്നത് പൊതുവിൽ പറയുന്ന എതിർക്കുന്ന ആൾക്കാരെയാണ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അത് വിശദീകരിക്കുക. ഇയാൾ അമേരിക്ക, ഞാൻ മനുഷ്യനാണെന്ന്, ഇന്ത്യൻ പൗരനാണെന്ന്, ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് പോലും അല്ലായിരുന്നു, മനുഷ്യനാണെന്ന് കാര്യം. ഞാൻ അമേരിക്കയിൽ ചെന്നാൽ അവർക്ക് ഞാൻ കറുത്തവരും വെളുത്തവരും വ്യത്യസ്തമായ രീതിയിൽ നിർത്തി ഞാൻ ചെന്നാല് വെളുത്തവരുള്ളടത്തൊക്കെ ഇയാള് അങ്ങ് ചെന്നാൽ എല്ലാ വീട്ടിലും ഇയാളെ അങ്ങ് കയറ്റുമോ? കയറാൻ ശ്രമിച്ചാൽ അക്രമമായിട്ടേ കാണുള്ളൂ. അതുകൊണ്ട് ഇയാൾ വിചാരിക്കുന്ന ഒരു സംഭവം നടന്നല്ല. അല്ലാതെ ഇയാളെ അനുവദിച്ചെടുത്ത് മാത്രമാണ് ഇയാൾ ഈ പോകുന്നത്. ഇയാൾ വേറെ ആളുകൾ പറഞ്ഞാൽ ഇയാളുടെ വീട്ടിനകത്തെ സ്ഥലത്തേക്ക് ബംഗാളിയെ എത്തത്തില്ല. ബംഗാളി ഇല്ല, ഉള്ള ആളല്ലേ, ബംഗാളി നല്ല വിളിക്കുന്നത്. അതിനെയാണ് വിവേകം. തനിക്ക് ജാതിയും മതവും സകല വിവേകമുള്ള ആളാണ്. തനിക്ക് ഇപ്പം എന്റെ അയലത്തുകാരനെ ഞാൻ അറിയുന്ന ആളിനോട് ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നത് അവരെ അനുവദിക്കുന്നവരാണ്. അല്ലാതെ താനെ ഏതെങ്കിലും ബ്രാഹ്മണ കുടുംബത്തിൽ കല്യാണം കഴിക്കാന്ന് പോയത് പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? വെറുതെ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇവിടെ ഇതൊന്നും ഇല്ലെന്ന് പറയുന്നത് എന്തിനാണ്? ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ജാതി മാട്രിമോണികള് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വേടം പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി ഇങ്ങനെ വെറുതെ അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വെറുതെ അതും ഇതും പറയാതെ അങ്ങനെ ചെയ്യാതെ. അതുകൊണ്ടാണ് ഞാൻ ഇയാൾ ചീത്ത പറയുന്നത്, വഴക്ക് പറയുന്നത് തെറ്റിക്കാതെ. ഇത് പറയുന്നത് നാട് ഇങ്ങനെയാണെന്ന് താൻ അറിയേണ്ടതുണ്ട്. ജാതി വാരി വെക്കുന്നത് എന്തിനാണ്? അതാണ്, അതിനെയാണ് സംവരണം എന്ന് പറയുന്നത്. യഥാർത്ഥ സംവരണം അതാണ്. ജാതി കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു ജാതിവാരി. അപ്പൊ ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നായിട്ട് ഇവിടെ ഇതുകൊണ്ടാണ് ഈ പട്ടാളത്തിലും ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലും ഈ പറയുന്ന ജാതിവാലുള്ളവരെയും, അതാണ് സംവരണപരമായ പേപ്പർ നോക്കുമ്പോൾ പേര് നോക്കാതാക്കുന്ന ഒരു പണി നമ്മൾ ചെയ്യാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പേര് എഴുതണമായിരുന്നു.
ഇപ്പൊ നമ്മൾ അതിനകത്ത് ഫാൾസ് നമ്പർ വയ്ക്കുന്നത് ഈ വിവേചനം ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. പക്ഷെ അതും എല്ലാവർക്കും അറിയാം. എവിടെ എപ്പോ അറിയാം? പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾ മാർക്ക് മേടിച്ചാലും നിങ്ങൾക്ക് വൈവ എന്ന് പറഞ്ഞ സ്ഥലം, ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് എത്തുമ്പോൾ തന്റെ എത്ര മാർക്ക് താൻ മേടിച്ചാൽ തോക്കും. എനിക്ക് ആരോട് പറയുക? PSC കമ്മീഷനും ഇവിടുത്തെ എന്താണ് എൻട്രൻസ് എന്ന് പറയുന്ന സാധനം എൻട്രൻസിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ചോദ്യങ്ങൾ വെക്കുന്നത് വഴി ഒരൊറ്റ ആദിവാസി കുഞ്ഞും എൻട്രൻസ് ചെയ്യത്തില്ല. കാരണം അവരുടെ ബുദ്ധി അടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള് വേറെ. ഇത്രയറിയണം. IAS മുഴുവൻ IASയുടെ മക്കള് തന്നെയായിരിക്കും. എടുക്കണമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും വെള്ളം വയ്ക്കുന്ന ആരാണ് വെള്ളം വയ്ക്കുന്ന എന്തുകൊണ്ട്? ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യം പുറത്താണ്. എല്ലാവർക്കും അറിയാം. ഏത് പേപ്പർ മുഴുവൻ നടത്തുന്നില്ല. അപ്പോഴാണ് ഇയാൾ പറയുന്നത് ലോകത്തിൽ പേപ്പറുകൾ വാർത്തകൾ മുഴുവൻ ഒരാളുണ്ടാക്കുന്ന പടച്ചു വിടുന്ന വാർത്തകളല്ലാത്ത ഒരു വാർത്തയും നാം വായിക്കത്തില്ല. അമേരിക്കൻ ഗവൺമെന്റിന് അനുകൂലമായി ചിന്തിക്കാനും ഉണ്ടാക്കുന്ന ന്യൂസുകൾ മാത്രമേ ലോകവ്യാപകമായി വരുന്നുള്ളൂ. ഇന്ത്യൻ ഗവൺമെന്റിനകത്ത് ഈ ജാതീയമായി നിൽക്കുന്ന സമൂഹത്തിന്റെ വാർത്തകളല്ലാത്ത ഒരു വാർത്തയും താനെ ഒരു ന്യൂസിനകത്ത് വായിക്കും. ഞാൻ ഈ വാർത്ത വായിച്ച് പറയാതെ എന്നെ വിളിച്ചിട്ട് ഈ വിഷയം പറയേണ്ടി വരുന്നത് എന്നെ വിളിക്കത്തില്ല ഇവിടുത്തെ മെയിൻ സ്ട്രീം. അത്ര അറിയണം. അവര് വിളിക്കത്തില്ല. അവർക്ക് അബദ്ധം കയ്യബദ്ധം വരുമ്പോൾ മാത്രമേ ഞാൻ അവിടെ ഉണ്ടാവൂ. അല്ലാതെ ഉണ്ടാകും. ദൂരദർശനം ഒരു കാലം തന്നെ വിളിക്കത്തില്ല. ഞാൻ ഇപ്പൊ എനിക്ക് 35 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനം ചെയ്യുന്ന കാലമാണ്. ഒരിക്കലും വിളിച്ചിട്ടില്ല. അവർക്കറിയാം എന്നെ അവരെ അനുസരിപ്പിക്കാൻ പറ്റുന്നത്. ഇത് പറയുന്നത് എനിക്ക് അവരെ പേടിയില്ല. നാളെ എന്നെ അടുത്ത ദിവസം കൂടെ വിളിക്കണമെന്ന് വിചാരിക്കുന്നവൻ മാത്രമാണ് ഈ എങ്ങനെയാണ് അച്ചടക്കം. എനിക്ക് രണ്ടുപേർക്കും അച്ചടക്കമുള്ളതല്ല. എനിക്ക് അച്ചടക്കമില്ല. എനിക്ക് സ്വയം അറിഞ്ഞ് പെരുമാറുന്നതാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ആരെയും വെട്ടിയിട്ടില്ല, ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇവിടുത്തെ സകല സോഷ്യൽ മീഡിയയിൽ കാണാം. സാറ് പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇവിടത്തെ സകല ന്യൂസും സകല വിദ്യാഭ്യാസം ജാതീയമായുള്ള, ഇവിടുത്തെ കോടതി മുഴുവൻ ജാതീയമായുള്ള, ഇവിടുത്തെ പോലീസ് മുഴുവൻ ഞാൻ അതിനകത്ത് IPS എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ബാക്കിയൊക്കെ ദരിദ്രവാസികളാണ്. ബാക്കി സാധാരണക്കാർ. അവരാണ് അടിമേടിക്കുന്നത്, തല്ലുകൊള്ളുന്നത്. അവരുടെ അച്ഛനെ അമ്മയെ അടിക്കാനാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. സാധാരണ പട്ടാളക്കാര് എല്ലാം ദരിദ്രവാസികൾ. അവരായിരിക്കും അവരുടെ വെടികൊണ്ട് ജാഗ്രത. ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ മുഴുവനും വളരെ കൃത്യമായിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇതൊക്കെ. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂസൊക്കെ തെറ്റാണെന്ന് ചോദിക്കുന്നത് ഓക്കെ. ഈ പറയുന്ന ആ ഒരു ആദിവാസി പെൺകുട്ടി ഉദാഹരണം അല്ലെങ്കിൽ ന്യൂസ് ആകുന്നത് ആദിവാസി പെൺകുട്ടി IAS കാര്യമാകുമ്പോൾ ന്യൂസ് ആകുന്നത് എന്തുകൊണ്ടാണ്? വേറൊന്നും ഞാൻ ഇനി പറയാനില്ല. കഴിഞ്ഞത് മറ്റുള്ളവർ IAS ആകുമ്പോൾ ന്യൂസ് ആകത്തില്ലല്ലോ. അപ്പൊ ഇതാണ് അത്ഭുതകരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഈ ഇപ്പൊ ഇങ്ങനെ മിണ്ടുന്ന എന്നെ പോലെ വായടപ്പിക്കാനാണ് മുർമു അവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ആയിട്ട്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അത് ഈ കുന്തത്തിന്റെ തുമ്പത്ത് വെക്കുന്ന ബെയ്റ്റ് എന്ന് പറയുന്ന സാധനം. അല്ലാതെ മുർമു എന്ന് പറയുന്ന പ്രസിഡന്റ് എന്തെങ്കിലും അറിഞ്ഞിട്ട് ജീവിച്ചതല്ലത്. അതിങ്ങനെയൊക്കെ എങ്ങനെ ചൂണ്ടയിൽ പിടിച്ചിട്ട് പ്രദർശന വസ്തുക്കളാണ്. അത് കണ്ടിട്ട് ജനാധിപത്യം വന്നു എന്നൊക്കെ എന്നോട് പറയുന്നു. ആദിവാസി പോട്ടെ, ഇതുപോലെ ഞങ്ങൾക്ക് അറിയാമല്ലോ. MAക്ക് പഠിക്കാറ് ഓട്ടോറിക്ഷ പഠിക്കുന്നത് ന്യൂസാണ്. എന്താണ് കുഴപ്പം? ഇവിടുന്ന് പോയിട്ട് അമേരിക്ക പോയി പഠിക്കുന്നതിനെല്ലാം അവിടുത്തെ ഈ ഹോട്ടലെല്ലാം പണിയെടുത്തിട്ടാണല്ലോ അവർക്ക് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പൊ അതെന്താ ന്യൂസാകാതെ അവിടെ അത്രേ ഉള്ളൂ. ഇവിടെ അത് ആയിട്ടില്ല. ഇവനെ ജാതി മതം നിൽക്കുന്ന സമൂഹമാണെന്ന് പറഞ്ഞത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നതൊക്കെ എന്തില്ല?
ഒരു ഓട്ടോറിക്ഷ ഒരാൾ ഓട്ടോറിക്ഷയിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ ഷോക്കായി പടം എടുക്കും. അല്ല, ഓട്ടോറിക്ഷ ഓടിക്കുന്നത് എല്ലാ ജാതിക്കാരില്ലേ, എല്ലാ മതക്കാരും ഇല്ല. അവിടെ എങ്ങനെയാണ് ജാതി? ഇല്ലെന്ന് അതൊരു ഹൈലൈറ്റ് ജോബിന് ഞാൻ പറഞ്ഞ എല്ലാ മതക്കാരില് താഴെ അറ്റത്തുള്ളവരാണ്. ഞാൻ വിചാരിക്കുന്നത് കഴിയുമ്പോ എന്താണ് ക്രിസ്ത്യൻ ജാതി മതത്തിനാണ് ജാതിയില്ലെന്ന് പറയോ? ആവശ്യ ക്രിസ്ത്യാനികളുണ്ട്. എന്താണ് മുസ്ലിങ്ങളിലാണ് ജാതിയില്ലെന്നാണ്. ഇവിടുത്തെ സകല ജാതി ഈ സകല മതത്തിലുണ്ട്. അതിനകത്ത് ഏറ്റവും അധസ്ഥിത വിഭാഗമാണ് അവിടെ ഇരിക്കുന്നത്. അല്ലാതെ മതം കൊണ്ട് ഈ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന തൊട്ട് മുമ്പ് മതം മാറിയാൽ റോഡെ നടക്കാൻ പറ്റുമെന്ന് അറിയുന്നത് കൊണ്ടാണ് അധസ്ഥിത വിഭാഗത്തിലുള്ള ഒത്തിരി പേര് മതം മാറി. അങ്ങനെ മാറിയിട്ടുള്ളവരാണ്. പക്ഷെ അവരെല്ലാം അവശ്യ ക്രിസ്ത്യാനികളുണ്ട്. എന്താണ് വേറൊക്കെ ഉണ്ടല്ലേ ഈ ക്രിസ്തു മതം എടുത്താൽ സിറിയൻ ക്രിസ്ത്യൻസ്, മർത്തോമായും ജാക്കോബായിട്ട് എന്നൊക്കെ പറയും. എല്ലാം ജാതികളാണ് ഇതെല്ലാം. അവർക്ക് മേല് കീഴാനുള്ള അനുഭവമുണ്ട്. ഡെത്തിങ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മുക്കുവരാണ് അവരെ അങ്ങനെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് പറഞ്ഞു തരണ്ട, അങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരണ്ട. എല്ലാ മതക്കാരും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാറിപ്പോയെന്ന് തോന്നും. ഒന്നും മാറിയിട്ടില്ല. ദരിദ്രരായ ആൾക്കാര് ഏത് മതത്തിലിരുന്നാലും ഏത് വിഭാഗത്തിലിരുന്നാലും അവരെയും കാണും. പക്ഷെ അതിനകത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് ജാതി നിലനിന്ന സമൂഹം സുന്നി ഷിയ എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ തഴോട്ട് അറ്റത്ത് വരെ ഉണ്ട്. വിളക്കത്ത് തന്നെ നായരെന്ന് വിളിച്ച നായന്മാരില്ലേ, അവരൊക്കെ എല്ലാം അറിയോ മേനന്മാര്? ഇതൊക്കെയുള്ളത്. അപ്പൊ അങ്ങനെ അല്ലത്. അതുകൊണ്ട് ജാതി വർക്ക് ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് അത് ഈ പറയുന്ന മനുഷ്യന്മാര് ജാതിവാദം വെക്കുന്നുണ്ടോ? ഞാൻ പിന്നെ അവർ പറയുന്നത് കേൾക്കുകയില്ല. കാരണം അത്രത്തോളം പോലും സ്വന്തം ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ആൾക്കാര്. പിന്നെ അവരെ പറ്റി അവരുടെ ഒരു ഉപരിയും ഞാൻ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ബാധ്യതയുള്ളവരാ. നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ജാതിയും നമുക്ക് അവിടെ വന്ന് കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഉദ്യോഗമാണ് അവിടെ ആൾക്കാർ കാണുന്നത്, ധനമാണ്. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ ധനമുള്ള ക്ലബിലേക്ക് ഇയാളെ കയറും, ഉദ്യോഗമുള്ള ക്ലബിൽ കയറും. പക്ഷെ അവിടെ വെച്ച് അറിയാതെ ഇയാള് ഇവിടെ താഴ്ന്ന സമൂഹത്തിൽ നിന്നാണ് ഞാൻ വന്നെന്നാണ് അറിയാതെ അങ്ങനെ പറഞ്ഞു പോയാലും അങ്ങോട്ട് ഞാൻ താഴെ പട്ടണത്തിലായാലും പോലീസിലായാലും താനും ഈ ഇവിടുത്തെ പോലീസിലുണ്ടല്ലോ IAS-കാരെ, വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന IAS-കാരും തെക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന IAS-കാരും തമ്മിൽ നല്ല അടിയുണ്ട്. മലയാളി IAS-കാരും തെക്കേ വടക്കേ ഇന്ത്യൻ IAS-കാരും തമ്മിൽ നല്ല ലോബികളായിട്ട് നിൽക്കും. ഇതെല്ലാം ഈ വിവേചനങ്ങൾ മുഴുവൻ നിൽക്കുന്ന സാധനം. അധികാരമുള്ളവരുടെ ഇടയിലുള്ള വിവേചനത്തിനെ പറ്റി ഞാനാണ്. ഇയാള് വിചാരിക്കുന്നുണ്ട് ദ്വിവേദികളെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിക്കത്തില്ല. അവർ രണ്ടുപേരും അവനെ ചതുർവേദിയുണ്ട്, കല്യാണം കഴിക്കത്തില്ല. ഇതൊക്കെ നിൽക്കുന്ന സമൂഹം തന്നെയായിരുന്നു. ഒരു വ്യത്യാസം വന്നിട്ടില്ല. അഴിച്ചു പണിയുന്നു. അത് സ്ഥാപനങ്ങളൊക്കെ അഴിച്ചു ഒത്തിരി പണിയെടുക്കുന്നുണ്ട്. രണ്ട് ഇണകൾ അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നത്. അത് അമ്മ അച്ഛനെ കല്യാണം ആലോചിച്ച് നടത്താൻ പറ്റത്തില്ല എന്നുള്ള നിയമമാണ്. അമ്മയും അച്ഛനും ആലോചിച്ചാൽ ആ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ല എന്ന് നിയമഭരണമുണ്ട്. തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആര് തെരഞ്ഞെടുക്കണം? വിവാഹത്തിൽ ഇടപെടുന്നവരെ തെരഞ്ഞെടുക്കണം. അവർക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കണം. മാറും. ഇയാളിപ്പോ കാണുന്ന മാറ്റം ഞാൻ നഗരവൽക്കരണം വരുന്ന മാറ്റങ്ങൾ. ഇയാൾ ജാതി മതം തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വലുതായി പോയതായിരുന്നു നമുക്ക് മാത്രമുള്ള സമാധാനം. അറിഞ്ഞു പോയാൽ കഴിയും. അത് എനിക്ക് മാരാരൊന്നും ഇല്ലല്ലോ. പിന്നെ വെറുതെ അതൊന്നും ഉണ്ടാകും. എനിക്കില്ല. അത് അങ്ങനത്തെ പേര് ഞാൻ പറഞ്ഞില്ലേ, ജാതികാരെടുന്ന പേരിട്ട് എനിക്ക് അവരൊന്നും മറുവശത്തില്ല. പേടിയല്ല, എനിക്ക് അവരെ ഒന്നും ഞാൻ അവരുടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ ജീവിതം മുഴുവനും ഞാൻ തറയിലിരിക്കുന്നത്. എനിക്ക് എന്നെ ഇവിടുത്തെ പോലീസിന് പിടിക്കാൻ പറ്റാതിരിക്കുന്നത് എനിക്ക് വീടില്ലാത്തതുകൊണ്ട്. ഞാൻ വീടില്ല, എനിക്ക് ധനമില്ല, സ്വത്തില്ല. അങ്ങനെ തറയിലിരിക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് പേടിയില്ല. നോക്കുമ്പോ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ തുറന്നു പറഞ്ഞത് കുറച്ചിരുന്നെങ്കിൽ കുറച്ച് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാവും. ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണ്.
അത് ബോധപൂർവ്വം ജീവിക്കണം. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞാൻ ജനിച്ചു വളർന്ന വീട് സംഭാവന ചെയ്ത് കുട്ടിക്കാലത്ത് നമ്മൾ ജീവിപ്പിച്ചോണ്ട് ഞാൻ ഈ ഉറക്കം പറഞ്ഞു പോയി കൈയും കാലും ഒക്കെ കാണിക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന മര്യാദ അത് രൂപപ്പെട്ടു പോകുക. അത് ഞാൻ വിചാരിച്ചിരുന്നു എന്റെ ശബ്ദം എനിക്കെന്ത് ചെയ്യാനും ഞാൻ എത്ര വിചാരിച്ചാലും പിന്നെ ശരീര ഭാവഭാവാദി അത് കുറച്ച് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ അഭിനയിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അഭിനയിക്കുന്ന തീരുമാനിച്ചത്. അതായത് ഈ മഹാന്മാരെല്ലാം ശാന്ത ഗംഭീരമായ ഫേസുമായിട്ടിരിക്കുക. ഞാൻ 10 വർഷം സന്യാസിയായിട്ട് ജീവിച്ചത്. എനിക്കത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. അത് ആവശ്യമില്ലാത്ത തീരുമാനം. മനസ്സ് ചിന്തിക്കുന്നതല്ല, വിവരം കൊണ്ട് ചിന്തിക്കുന്നത്. മനസ്സ് ഇഷ്ടമുള്ളവരെ പോകുന്നവർ. എനിക്ക് ലോകത്തിനെ പറ്റിയുള്ള അറിവുള്ളതാണ്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നതാണ്. അത് ചെയ്യുന്നതാണ്. ഞാനത് പറയുന്നത് പറഞ്ഞാൽ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ വിവരമില്ലാതെ ജനാധിപത്യത്തിൻ്റെതായ മൂല്യബോധമുള്ളവര് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളല്ല. ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ. ആ ഭരണഘടനയ്ക്ക് അല്ലാതെ ഞാനൊരു വിശ്വാസിയാണെന്ന് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ മൂല്യബോധം ഇല്ലാത്ത ആളാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അകത്തുള്ള പൗരന് അന്ന് അയാൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയാളുമായിട്ട് യാതൊരു കണക്ഷൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഉണ്ടായത്. ഞാൻ അയാളെ ഹാപ്പി ചെയ്യുന്ന പ്രശ്നമല്ല, അയാളുടെ സ്വന്തം നിലപാടുകൊണ്ട് ഹാപ്പാകുന്ന ആൾക്കാർ. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തിരുന്ന ആൾക്കാർ. അവരെ നമുക്കൊന്നും ചെയ്യാൻ അവരുടെ പൊസിഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയത്തില്ലേ? അവരെ ഇത് ഞാൻ എവിടെയാണെങ്കിലും ഞാനൊരു അമേരിക്കക്കാരനാണെന്ന് ഒരാൾ പറഞ്ഞതിന് ശേഷം പിന്നെ അയാൾ മനുഷ്യനാണെന്ന് പറഞ്ഞ് ചർച്ച ഉടനെ നടക്കത്തില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോ അതിൽ ഒരുപാട് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിരന്തരം നവീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനപ്രതിനിധികൾ. അതിനാണ് ലോക്സഭയും നിയമസഭയും ഉണ്ടാക്കുന്നത്. അവർ ചെയ്യേണ്ട പണി. അതിനകത്തേക്ക് ഈ ജാതിക്കാരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് നടക്കുക. ഈ വിഷയങ്ങൾ നടന്ന് പറയുകയും സംസാരിക്കുകയും അതാണ് ഞാൻ ചെയ്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം തുടങ്ങിയത് 1855 അതിന് നമ്മൾ ശിപായി മ്യൂട്ടണി എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നു. അതിനുശേഷം 100 വർഷത്തോളം എടുത്ത് സ്വാതന്ത്ര്യം. ഇപ്പൊ ഒരു 100 വർഷം എന്ന് പറഞ്ഞാൽ 5 തലമുറ കഴിഞ്ഞു. അപ്പൊ ഞാന് 1955 ജനിച്ച ആളാണെന്ന് മനസ്സിലാക്കാം. സമരം തുടങ്ങിയിട്ട് അത് വേറെ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് പോയില്ല. അത് ലോങ് ടൈം ആയിട്ട് നടത്തുന്ന വർക്കാണ്. 200 വർഷത്തിന് മുമ്പാണ് തുല്യത എന്ന് പറയുന്ന ആശയം ലോകത്ത് വരുന്നത്. അത് സ്വാതന്ത്ര്യ എന്ന് ഞാനിത് മനസ്സിലാകാതെ വേണ്ടി ഞാൻ ചോദിച്ച അർത്ഥമുണ്ടായി. ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് നമ്മൾ എന്ന് പറയുന്ന ആശയം ലോകത്ത്. അത് ഇങ്ങനെ പരക്കുന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ ഉണ്ടായിരുന്നുണ്ട്. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നെപ്പോളിയൻ ആണ് അവിടെ ഉണ്ടായെന്നറിയാം. അല്ലാതെ അവിടെ ഉടനെ എല്ലാവരും ഇതെല്ലാം പഠിച്ച് നന്നായി ജീവിച്ചു തുടങ്ങിയെന്ന് ലോകത്ത് എവിടെയും ഇല്ല. നമ്മുടെ ഈ പറയുന്ന ലോകത്ത് എവിടെയും ഇല്ല. ഡിഗ്രിക്ക് വ്യത്യാസങ്ങളാണ്. സൗദി അറേബ്യയിലെ രാജാവാണ്. അവിടെ ആൾക്കാർക്ക് ഇത് ആദരിക്കാൻ പറ്റില്ല. അവർക്ക് നല്ല ഭാര്യമാരാകാനേ പറ്റും. എല്ലാം കിട്ടും. എല്ലാം കിട്ടുന്നതാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചർച്ച വരുന്നത്. അതൊന്നും തുല്യമായി ഇരിക്കാൻ പറ്റും. പരസ്പര ബഹുമാനിക്കുക, അതാണ് ജനാധിപത്യത്തിന്റെ കാതൽ. പരസ്പരം എന്ന് പറയുന്ന വാക്ക് എല്ലാ വാല്യൂസിലും മുന്നോട്ട് പറ്റും. അല്ലാതെ നന്ദി വേണം എന്നൊക്കെയല്ല. ചോറിന് നന്ദി വേണം എന്ന് പറഞ്ഞാൽ ചോറ് നമ്മുടേതല്ല, പലരും തന്നതാണെന്ന് അനുഭവിക്കാം. ഇങ്ങനത്തെ മേല് കീഴിലുള്ള മൂല്യബോധമല്ല തുല്യമാണ്. അത് നീണ്ട പ്രവർത്തനമാണെന്ന് അറിയുന്ന ജീവിതമാണ്. ഇതുപോലെ സമത്വം പരക്കുന്നുണ്ടെന്ന് തോന്നി തുടങ്ങുന്നതല്ല. ഞാനിവിടെ ഇവിടെ ഇരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ താൻ ജാതിവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ എനിക്കില്ല. ഒരു ജാതിവാദിയെ തുല്യത പഠിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത്. പഠിക്കത്തൊന്നുമില്ല, പക്ഷെ എന്തോ പ്രശ്നം എന്ന് മനസ്സിലാക്കും. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. അത്രേ നടന്നിട്ടുള്ളൂ. ഇതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന സാധനം 1000 പേര് കേൾക്കുമ്പോൾ ജാതി കൊണ്ട്, മതം കൊണ്ട്, ധനം കൊണ്ട്, പദവി കൊണ്ട്, ശക്തി കൊണ്ട് ആനുകൂല്യങ്ങളുള്ളവർക്ക് ഞാൻ പറയുന്നതെല്ലാം വേദന.
അതാണ് ഇതിൽ നിന്ന് മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തിൻ്റെതായ വഴികളാണിതല്ല. ശാരീരികമായ ബലം കൊടുക്കുക, സംഘടിതമായ അതേ ബലത്തിനെ ഉണ്ടാക്കുന്നതാണ് സംഘടിത ബലം. അത് കഴിഞ്ഞാൽ ആ സംഘടിത ബലം കൊണ്ട് റിസോഴ്സസ്, വിഭവങ്ങളുടെ മുകളിൽ കൈകാര്യം ചെയ്യുക. ഈ സ്വത്ത് എന്റെ അച്ഛന്റെ അമ്മയുടെ വകയാണെന്ന് പറയുന്ന വക, രാജ്യം എന്റേതാണെന്ന് പറയുന്ന വക. അത് കഴിഞ്ഞിട്ടുള്ളത് പദവി. അത് രാജാക്കന്മാർ കണ്ടുപിടിച്ചു കൊടുത്തായിരുന്നു. ഒരു കാര്യമില്ലല്ലോ, ഇവിടെ 1 വര 2 വര 3 വര ഇട്ട എന്ത് പറഞ്ഞാൽ ആരും പറഞ്ഞില്ല. ഇവിടെ 2 പതക്കം വെച്ച അവനെ അവിടെ ഇരുത്താൻ പറ്റും. ഇങ്ങനെ ചെയ്തിരിക്കുന്ന മേല് കീഴിലുള്ള മൂല്യബോധത്തിനുള്ള പദ്ധതികളുണ്ട്. ഇവിടെ ഇപ്പോഴും കൊടുക്കും, പരമവീര ചക്രം കൊടുക്കും, പത്മശ്രീ കൊടുക്കും. ഇതൊക്കെ രാജാക്കന്മാർ കൊടുക്കേണ്ട സാധനമാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്? ഇതെല്ലാം അസംബന്ധം പിടിച്ച ഹേറാർക്കി നിലനിർത്താൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. ആ സാധനങ്ങൾ പദവി. ഇത് കഴിഞ്ഞാൽ അറിവിന്റെ ആധിപത്യം. അറിവിന്റെ ആധിപത്യം എന്ന് പറയുന്നത് എനിക്ക് കയ്യിൽ സാധനമൊന്നും വേണ്ട. അതൊക്കെ അതിന് അറിവ് എനിക്കുള്ളത് കാരണം കൊണ്ടാണ് എനിക്ക് ഈ മറ്റൊന്നും ഇല്ലാതെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അറിവിന്റെ ആധിപത്യം ഞാൻ ഉണ്ടാക്കാനെങ്കിൽ ഞാൻ ഈ പറയുന്ന മറ്റ് സ്ഥാനം, മാനം ഇതെല്ലാം ഞാൻ ഉണ്ടാകും. നിങ്ങളതിനെ ഒരിക്കലും ഇവിടുത്തെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, സെക്രട്ടറി ആയിട്ട് നിങ്ങൾ ഒരിക്കലും എന്നെ കാണും. ഇതൊന്നും ഉണ്ടാകില്ല. പ്രശസ്തി ഏറ്റവും അവസാനത്തെ സാധനം അറിയപ്പെടുക. അത് ചെയ്ത് ഇതിപ്പോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് കാണുന്നതുകൊണ്ടാണ് ഈ അറിയപ്പെടുക എന്ന് പറയുന്നത്. എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത സാധനം ഞാൻ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് കിട്ടുന്ന ആധിപത്യം വരെ അത് ആധിപത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന നിലവാരത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ആധിപത്യം ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത് ആരാണെന്ന് ചോദിക്കാതെ നിങ്ങളുടെ തോന്നില്ലെന്നാണ് ഒരു ഡിസ്ക്രിമിനേഷൻ. അല്ലാതെ മാതൃഭൂമിന്നാണോ വിളിക്കുന്നത് അവിടെ ഞാൻ എഴുതത്തുള്ളൂ, പറയത്തുള്ളൂ. മനോരമയെന്നാണോ വിളിക്കുന്നത് അവിടെ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന ഞാൻ ഇവിടുത്തെ ബ്രാഹ്മണ അറിവുകാരും അവരുടെ കൊടുത്തുണ്ട്. എല്ലാവർക്കും അവകാശപ്പെട്ട ആളാണ്. പബ്ലിക് ടോയ്ലറ്റ് പോലാണ് അവകാശപ്പെട്ടതാണ്. അത് വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും പഠിച്ചാണ്. അതാണല്ലോ ആക്ഷേപകരമായി പറയുന്നത്. ഞാൻ പബ്ലിക് ടോയ്ലറ്റ് പഠിച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പാണ്, അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള കുളമാണ്. അവിടെ കുളിക്കണോ, നനയ്ക്കണം, നീന്തണോ, കുടിക്കണം എന്നുള്ളത് ഈ വരുന്നവന്റെ സംസ്കാരം അനുസരിച്ച്. അത് മതത്തിനും മനുഷ്യരുണ്ടാക്കിയതാണ് മതം. അതുകൊണ്ട് ദൈവം മനുഷ്യരുണ്ടാക്കിയ സമൂഹത്തിനകത്താണ്. മനുഷ്യരുണ്ടാക്കിയതാണ് രാജ്യം, മനുഷ്യരുണ്ടാക്കിയതാണ് മതം, മനുഷ്യരുണ്ടാക്കിയതാണ് നിലനിൽക്കുന്ന ജാതി. ഗോത്രബോധം മനുഷ്യരുണ്ടാക്കിയതാണ്. അത് തിരിച്ചറിയേണ്ടത്. അത് വേറൊരു വിഷയമാണ്, സൂക്ഷ്മമായിട്ട് പറഞ്ഞത്. അത് ഇനി ഒരിക്കലും നിങ്ങൾ സംസാരിക്കുന്നത്. ഇത്ര നേരം ഒരു ജാതിവാദിയോട് സംസാരിച്ചു. ജാതിവാദിയല്ല, അദ്ദേഹം ഒരു മനസ്സിലാക്കി. വളരെ സന്തോഷം. വിലയേറിയ സമയം ഈ തുടരുന്നത്.